നേരെ പാർലമെന്റിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലേ? ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം സെഷൻ ഇന്നും തുടരും. വിവിധ വിഷയങ്ങൾ ഇരു സഭകളിലുമായി ഏറ്റവും പ്രധാനപ്പെട്ടത് നാഗ്പൂരിലുണ്ടായ കലാപം, മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മണ്ഡല പുനർനിർണയം, ദേശീയ വിദ്യാഭ്യാസ നയം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്കുണ്ട്. ഏതായാലും പാർലമെന്റിന്റെ ഇരുസഭകളും ഈ വിഷയങ്ങളോട് എങ്ങനെ പ്രതികരിക്കും, ഏത് രീതിയിൽ ഭരണപക്ഷം ഈ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയും എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രിയൊക്കെ ഇന്നലെ സംസാരിച്ചിരുന്നു. കുംഭമേളയെ വളരെ രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ മനുഷ്യനെക്കുറിച്ച് ഒരു വാചകം പോലും പറയാൻ നമ്മുടെ പ്രധാനമന്ത്രി ഓർത്തില്ല എന്ന ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമുണ്ട്. അതും പ്രതിഷേധമായി വരും ഇരു സഭകളിലും എന്ന് തന്നെയാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. അബ്ദുൾ റഷീദ് വാർത്തയുടെ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. വിനിഷ, അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനീഷ ആൻഡ് മനു. സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങിയ സുപ്രഭാതത്തിലാണ് റഷീദ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. തീർച്ചയായും രാജ്യത്തിന് ഒന്നടങ്കം ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് ഉത്തരേന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഗുജറാത്ത് എന്ന് പറയുന്നത് സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മനാട് കൂടിയാണ്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ തന്നെയും ഇതിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിലൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. അതും വാർത്തകളിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ഇന്നും 11 മണിയോട് കൂടി ആരംഭിക്കും. വിവിധ ബില്ലിന്മേലുള്ള ചർച്ചകളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചോദ്യോത്തര വേളകളൊക്കെ തന്നെയാണ് ഇന്നും ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും കൊമ്പുകോർക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇരു സഭകളിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രാജ്യസഭയിലും ലോക്സഭയിലും വിവിധ ബില്ലിന്മേലുള്ള ചർച്ചകളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അതേസമയം കേരളത്തെ അടക്കം അധിക്ഷേപിക്കുന്ന ചില നിലപാടുകളാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ചും ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രസ്താവന കൂടി ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കേരളത്തിലെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കമ്മ്യൂണിസമാണെന്നും അതോടൊപ്പം കേരളത്തിൽ നോക്കുകൂലിയുണ്ടെന്ന് അടക്കമുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം തന്നെ രാജ്യസഭയിൽ ഉണ്ടായതാണ്. അതോടൊപ്പം ലോക്സഭയിലും ഈ പ്രയാഗ്രാജിലുണ്ടായിട്ടുള്ള മഹാകുംഭമേളയെ പ്രകീർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ലോക്സഭയിലും കണ്ടത്. എന്തായാലും ഈ ദിവസവും, അതായത് ഇന്നും ഇരു സഭകളും വിവിധ വിഷയങ്ങളിലൊക്കെ തന്നെയും പ്രതിഷേധമുയർത്തിക്കൊണ്ട് സ്തംഭിപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ലോക്സഭയിൽ ഇന്ന് മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം കേന്ദ്ര ജലശക്തി മിഷന് നൽകുന്ന ഗ്രാൻറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെയും ലോക്സഭയിൽ നടക്കും. രാജ്യസഭയിലും വിവിധ ബില്ലുകളിന്മേലുള്ള ചർച്ചയും ചോദ്യോത്തര വേളകളൊക്കെ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്നും ഇരു സഭകളിലും പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും നാഗ്പൂർ കലാപം, സ്റ്റാർലിങ്ക്, അതോടൊപ്പം മണ്ഡല പുനർനിർണയം, ദേശീയ വിദ്യാഭ്യാസ നയം, വ്യാജ തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചായിരിക്കും ഇന്ന് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും ഇരു സഭകളിലും പ്രതിഷേധം ഉയർത്തുക. അതോടൊപ്പം ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സമരം, അതോടൊപ്പം കടൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയും ഇരു സഭകളിലും ചർച്ച ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഈ നിരവധി വിഷയങ്ങളിലൊക്കെ തന്നെയും പരിഹാരം കാണുന്നത് പകരം പ്രയാഗ്രാജിലെയും അതോടൊപ്പം മറ്റു മണിപ്പൂരിനെയും ഒക്കെ തന്നെയും ന്യായീകരിച്ചു കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മണിപ്പൂർ വിഷയം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെ നിർമ്മല സീതാരാമൻ വലിയ ഒരു പ്രകോപിതയാകുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് കേരളത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഈ പ്രതിഷേധം ഇന്നും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ എംപിമാരായിട്ടുള്ള ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി, ഡോക്ടർ വി ശിവദാസൻ, അതോടൊപ്പം എ റഹീം എം പി തുടങ്ങിയവരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇന്നും രാജ്യസഭയിൽ ഉന്നയിക്കും. അതോടൊപ്പം ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യണം എന്ന ഒരു നോട്ടീസുകളൊക്കെ തന്നെ നൽകാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളത്തെ അധിക്ഷേപിക്കുകയും അതോടൊപ്പം കേന്ദ്രത്തിന്റെ ഭരണവീഴ്ചയെ ന്യായീകരിക്കുകയും ചെയ്യുന്ന